ഹലോ ഗായ്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതല്ല, ഒരു റേഡിയോയുടെ പ്രവർത്തനമാണ് പറയാൻ പോകുന്നത്. അത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി കിട്ടും. അപ്പോൾ ആദ്യം ബ്ലോക്ക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് വർക്കിംഗ് ഓഫ് റേഡിയോ. നമ്മളിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാ ഒരു ചെറിയ ചിന്തയിൽ ഈ റേഡിയോ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബാറ്ററി സപ്ലൈ നേരിട്ട് സ്പീക്കർക്ക് കൊടുത്തുകൂടെ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇത് ചെറിയ സ്പീക്കറായിരിക്കും, സ്പീക്കർക്ക് കൊടുക്കുന്നത്. ഇതിൽ കൂടെ സൗണ്ട് കിട്ടും. അതിൻ്റെ വേവ് ലെങ്താണിത്. ഈ വേവ് ലെങ്ത് ആയിരിക്കും അതിനുണ്ടാവുക. ഇത് ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ ഈ വേവ് ലെങ്ത് കിട്ടിയിട്ട് കാര്യമില്ല. പാട്ടിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടുള്ള വേവ് ലെങ്ത് ആയിരിക്കും. അല്ലെങ്കിൽ അതിന് കേൾക്കുന്ന ഇൻഫോർമേഷൻസ് മുഴുവനും ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഈ സാധനം ഡി സികൾ കണക്ട് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ എന്ന കണക്ഷൻ ആദ്യം ഉണ്ടാവും. ആ കണക്ഷത്തിൽ ഒരു വയറ് AC ടു DC കൺവേർട്ടറൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. DC മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നല്ല, AC ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ AC കറൻറ്റിനെ DCയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. DCയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ACയും DCയും കൺവേർട്ട് ചെയ്യും. AC DC കൺവേർഷൻ വഴി AC സപ്ലൈ ആയിരിക്കും തിരികെ കൊടുക്കുന്നുണ്ടാവുക ഒരു വയർ വഴി. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. അങ്ങനെ ACയിൽ 230 വോൾട്ട് ACനെ 20 വോൾട്ട് DCയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ഇവിടെ വെക്കും. അത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സപ്ലൈ കൊടുക്കും. ആദ്യത്തെ പോസിറ്റീവ് ഇതിൽ 200 ഒരു DC സപ്ലൈ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. DC സപ്ലൈ മാത്രം. ഇതിൻ്റെ ഒരു സപ്ലൈ നേരെ ഫിൽറ്ററിങ്ങിലായിരിക്കും പോയിട്ടുണ്ടാവുക. ഒരു ഇൻഡക്ടർ ഒരു കപ്പാസിറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഈ ഇൻഡക്ടറും കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ കൂടെയാണ് അത് പോവുക. ഇൻഡക്ടർ 1 μF ആവും, കപ്പാസിറ്റർ 1 μF ആവും. 1 μF ഇങ്ങനെയാണ് 1 μF കപ്പാസിറ്റർ ഇൻഡക്ടർ. ഇതിൻ്റെ പോസിറ്റീവ് ചാർജ് ഇതിൽ കൂടെ ഇങ്ങനെ പോവും. ഇവിടെ നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അങ്ങനെയാണ് അത് പോവുക. അപ്പോൾ ഇത് കപ്പാസിറ്റർ, ഇത് ഇൻഡക്ടർ, ഇത് സ്പീക്കർ, ഇത് 1 μF 1 μF. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള നോയ്സിനെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൗണ്ടായിട്ടുള്ള സാധനമായിരിക്കും പുറത്തുനിന്ന് വരുന്നുണ്ടാവും. ഇത് 2 GHz ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഒരു നോയ്സ് ഉണ്ടാവും. ഇതാണ് നോയ്സ്. ഈ നോയ്സിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും ആക്കുന്നത്. ഇൻഡക്ടറും കപ്പാസിറ്ററും എന്തുകൊണ്ടാണ് 1 μF ആക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം 2 GHz ആണ്. അപ്പോൾ ഈ GHz കൂടുന്നതനുസരിച്ച് 1 μF ഉള്ള 1 nF ആവും. ഹൈലി സെൻസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പാസിറ്റർ ഹൈ ഡിസ്ചാർജ് സൈക്കിൾസ് വേണം. ഈ ഡിസ്ചാർജ് സൈക്കിൾസും ഈ ഫ്രീക്വൻസി കൂടി റെസൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. റെസൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നോയ്സിനെ കളയാൻ കഴിയുള്ളൂ. നോയ്സ് ഇൻഡക്ടർക്ക് കൊടുക്കും. ഇൻഡക്ടർ വഴി അതിനെ ഒഴിവാക്കും, എലിമിനേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ 2 സ്റ്റാറും കൂടി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആവുക എന്ന് പറഞ്ഞ പോലെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാട്ട് കിട്ടുന്നുണ്ട്. പാട്ട് 2 GHz ആണ്. 2 GHz അതിനെ 2 kHz ആക്കണം. 2 kHz ആക്കിയാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2 Hz എന്നാക്കിയ 2 Hz to 2 kHz ആക്കിയാലും മതി. അപ്പോൾ 2 GHz 2 Hz to kHz ആക്കണമെങ്കിൽ അതിനെ ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്യണമെങ്കിൽ വേറൊരു ട്യൂണിങ് സെക്ഷൻ ഉണ്ട്. ആ ട്യൂണിങ് സെക്ഷൻ്റെ ഉള്ളിൽ ഇൻഡക്ടർ ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് ഈ സാധനത്തിന് ഇവിടെ വെച്ചുകൂടാ? എന്നാൽ പിന്നെ ഇങ്ങനെ കണ്ട് കിട്ടുമോ? ഇങ്ങനെ കണ്ട് വർക്കാക്കുകയാണെങ്കിൽ കിട്ടിയില്ല, കാര്യമില്ല. കാരണം ഇത് വാരീഡാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതും വാരി ചെയ്യണം. അപ്പോൾ ഇതിലൊരു വാരിയബിൾ കപ്പാസിറ്റർ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. വേരിയബിൾ കപ്പാസിറ്റർ 1 μF നിന്ന് 100 μF വരെ വ്യത്യാസപ്പെടുത്താം.
ഇൻഡക്ടർ അതന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇൻഡക്ടർ വാരി ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഇൻഡക്ടർ അങ്ങനെ ഒരു ഡിവൈസ് ഇല്ല. പക്ഷെ കപ്പാസിറ്റർ വാരി ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. അങ്ങനെ ഈ സപ്ലൈ അങ്ങനെ കിട്ടും. ഇതൊക്കെ എ സി ടു ഡി സി കൺവേർട്ടർ വെച്ചിട്ട് ട്രാൻസ്ഫോമറിൻ്റെ സഹായത്തോടെ കൂടി അതിനെ എ സി ഡി ടു ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സപ്ലൈ നേരെ ഡി സിയിലേക്ക് കൊടുത്തിട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സഹായത്തോടെ കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ സെക്ഷൻ മനസ്സിലായില്ലേ? ഈ 2 GHz സാധനം ഇതിൽ വരും. എന്നിട്ട് ഇതിങ്ങനെ തിരിക്കും. ഇതൊരു നോബാണ്. ഇതിങ്ങനെ തിരിക്കണനുസരിച്ച് റേഡിയോക്ക് ഒരു നോബ് ഉണ്ടാവില്ല. ആ നോബിൽ തിരിക്കണ ഈ ട്രിമ്മർ കപ്പാസിറ്റർ. ഈ ട്രിമ്മർ കപ്പാസിറ്റർ ചെയ്യുമ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ഇത് 2 kHz ആവും. 2 Hz 2 kHz ആവും. ഇത് ഈ ഫിൽട്ടർ ചെയ്യും. ഈ ഫിൽട്ടർ ചെയ്യണത് ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്തത് സ്പീക്കർക്ക് പോകും. അപ്പോൾ സ്പീക്കറിൽ അതിനനുസരിച്ചുള്ള സൗണ്ട് വരും. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്യുന്നതനുസരിച്ച് പല FM ഉണ്ടാവും, AM ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇതിലാണ് ട്യൂൺ ചെയ്യുക. അപ്പോൾ ഇതിക്കൊരു സപ്ലൈ ഉണ്ടാവും, ഇതിക്കൊരു സപ്ലൈ ഉണ്ടാവും. ഇത് നേരെ ഇതിക്കും കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ഇതിനും കുറച്ച് കറണ്ട് വേണം അത് പ്രവർത്തിക്കാൻ. അപ്പോൾ സ്പീക്കറിനും ഇതിനൊരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ വയർ ഇത് നേരെ പോകുന്നത് ഇതിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. ഇപ്പോൾ 2 GHz 2 kHz അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തിക്കുന്നത്. പിന്നെ ട്രിമ്മർ കപ്പാസിറ്റി വഴി 2 GHz ഇനി ഇത് മോർ സെൻസിറ്റീവ് ആക്കണമെങ്കിൽ 1 nF ടു 100 nF ആക്കണ രീതിയിൽ കപ്പാസിറ്റർ സെൻസ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ടാവും. ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാനാണ്. കാരണം ഇത് ആംപ്ലിഫൈ ചെയ്താൽ ചെറിയൊരു ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. അത് കൂടുതൽ ആംപ്ലിഫൈ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ചിപ്പായിരിക്കും. ആ ചിപ്പ് വഴിയായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൂടെ കൊടുക്കുന്ന കറണ്ടിൽ കൂടെ അത് ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് റേഡിയോ. ഇങ്ങനെ കണക്ഷൻ കൊടുക്കാൻ പാടരുത്. എന്നാൽ ഈ കണക്ഷൻ വേരിയബിൾ കപ്പാസിറ്റർ ആയിരിക്കും കൊടുക്കേണ്ടത്. അങ്ങനെയാണ് റേഡിയോ ഉണ്ടാവുക. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് വർക്കിംഗ് റേഡിയോ. താങ്ക് യു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.